ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാം അടുത്ത് വന്നിരിക്കുകയാണ്. നാളെയാണ് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പം എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ആദ്യമേ അഭിനന്ദനങ്ങൾ. ആർക്കൊക്കെയാണ് നാളെ എക്സാം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷസ് നൽകിയാണ്. നാളെയാണ് നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്ന, പോലീസ് ജോലി ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതം നിർണ്ണയിക്കുന്ന ഒരു നിമിഷമാണ് നാളെ എന്ന് പറയുന്നത്. ആ എക്സാം ടൈമിൻ്റെ ഏകദേശം 1 മണിക്കൂറോളമുള്ള എക്സാമിൻ്റെ ആ ഒരു സമയമാണ് നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ലപോലെ രീതിയിൽ തന്നെ ടെൻഷനൊക്കെ മാറ്റി വെച്ച് നല്ല രീതിയിൽ തന്നെ കൂളായിട്ട് തന്നെ പോയി എഴുതാൻ നോക്കുക. നമ്മുടെ മാർക്ക് പറഞ്ഞതിൻ്റെ നെഗറ്റീവ് മാർക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് നമ്മുടെ ടെൻഷൻ തന്നെയാണ്. സോ ടെൻഷനൊന്ന് മാറ്റി വയ്ക്കണം. ഈ CPO അല്ലെങ്കിൽ അടുത്ത CPO. ഓക്കെ, അപ്പോൾ ആ ഒരു മനോഭാവത്തോടെ പോയി എഴുതണം. പഠിച്ച കാര്യങ്ങൾ തന്നെ ചോദിക്കാനും വേണ്ടി പ്രാർത്ഥിക്കണം. അതേപോലെ ടെൻഷനൊക്കെ ഇല്ലാതെ തന്നെ എഴുതണം. നല്ല രീതിയിൽ തന്നെ ആലോചിച്ച് നെഗറ്റീവൊക്കെ കുറച്ച് എഴുതാനും ശ്രമിക്കണം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ചെറിയൊരു ക്വസ്റ്റ്യൻസാണ്. 40 GK ക്വസ്റ്റ്യൻസും 10 നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ചോദ്യങ്ങൾ, അങ്ങനെ 50 ചോദ്യങ്ങൾ നോക്കുന്നുണ്ട്. CPO എക്സാമുള്ള എല്ലാവരും തന്നെ ഇതൊന്ന് നോക്കണം. കാരണം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഒരിക്കലും സിമ്പിളാവാൻ സാധ്യത കുറവാണ്. നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് +2 ലെവൽ എക്സാമാണ്. അപ്പം ആ ഒരു നിലവാരത്തിൽ തന്നെ PSC ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ. അപ്പം അല്പം സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മളിന്ന് എടുത്തിരിക്കുന്ന നല്ല അല്പം ഒരുവിധം നല്ല എബോ ആവറേജ് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പേപ്പർ ഒന്ന് ചെയ്തു നോക്കണം. ചെറിയൊരു ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തതെന്ന് വെച്ചാൽ, അതായത് നാളെ പോകുമ്പോഴും ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ചിന്തിച്ച് പോയാൽ മതി. അതിൻ്റെ അപ്പം ഇതിനേക്കാളും കുറഞ്ഞ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയില്ല. ഓക്കെ, ഇതിനേക്കാളും ഇനി കൂടിയ ചോദ്യങ്ങളെ ചോദിക്കാൻ ഉള്ളൂ. അപ്പം ആ ഒരു ലെവലിൽ നോക്കിയാൽ മതി. കട്ട് ഓഫൊക്കെ അപ്പോൾ അതിനനുസരിച്ച് തന്നെ വരും. ഫിസിക്കലുള്ള എക്സാമാണ്. അപ്പം ആവശ്യമില്ലാത്ത നെഗറ്റീവ് മാർക്കൊന്നും വരുത്തി വയ്ക്കേണ്ട. ഓക്കെ, അതാണ് പറയാനുള്ളത്. പിന്നെ അറിയാവുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 50-50 ചാൻസുള്ള ക്വസ്റ്റ്യൻസൊക്കെ മാക്സിമം കർപ്പിച്ചിട്ട് വരാൻ ശ്രമിക്കണം. അതൊന്നും പാഴാക്കരുത്. നമുക്കപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. 50 ചോദ്യങ്ങളുണ്ട്. ഇതിൻ്റെ ചെറിയൊരു കട്ട് ഓഫ് നമ്മൾ 30 മാർക്കാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, 30 മാർക്കാണ് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ടഫുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് കണ്ട് ആരും പേടിക്കേണ്ട. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓട്ടിച്ച് നോക്കുക. കാരണം ഈ അടുത്ത കാലങ്ങളിൽ PSC ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഇവയുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ കേൾക്കാൻ സാധ്യത അല്പം കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എക്സാം എഴുതാൻ നോക്കുക. എക്സാമുള്ള എല്ലാവർക്കും ഒന്നുകൂടി ഒരു ബെസ്റ്റ് വിഷസ് നൽകുന്നു. നമുക്ക് ഫസ്റ്റ് ചോദ്യം നോക്കാം. മേൽക്കൂര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? മേൽക്കൂര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഓപ്ഷൻ സി തമിഴ്നാടാണ്. രണ്ടാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തത് ആരെല്ലാമായിരുന്നു? സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തത് ആരെല്ലാമായിരുന്നു? ഓപ്ഷൻ എ ആണ്. ഓക്കെ, CR ദാസും മോത്തിലാൽ നെഹ്റുമാണ്. എന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്? 1923 ഓക്കെ, 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. ഇനി നോക്കാം, നമ്മുടെ സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത സമ്മേളനം ഏതാണ്? അത് ഗയ സമ്മേളനമാണ്. ഓക്കെ, ഗയ സമ്മേളനം. ഇതും PSC കേട്ടിട്ടുള്ളതാണ്. 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം ഏതെന്ന് കേട്ടിനാൽ അത് ഗയ സമ്മേളനം. ഓക്കെ, ഗയ സമ്മേളനമാണ്. മൂന്നാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ പങ്കാളികളായത് ഇവയിൽ ഏതു രാജ്യങ്ങളാണ്? ഏതൊക്കെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ? ഇംഗ്ലണ്ടും ഫ്രാൻസുമാണ്. നാലാമത്തെ ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത് സിമ്പിൾ ചോദ്യമാണ്. ഗോദാവരി, കാവേരി, മഹാനദിയൊക്കെ ഉൾപ്പെട്ടാണ്. ഗംഗയാണ് ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ബി ആണ്, ഗംഗയാണ്. ഏതൊക്കെയാണ് ഉപദ്വീപീയ നദികൾ? ഏതൊക്കെയാണ്? ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇവയാണ് പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ. ഓക്കെ, ഏതൊക്കെയാണ്? ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇതിന് ചെറിയൊരു കോഡുണ്ട്. ഏതാണ്? മഹാനായ കൃഷ്ണൻ കാവേരിയോട് നർമ്മം പറയാൻ ഗോതമ്പ് അരിയിൽ തപ്പിത്തടഞ്ഞു. ഏതാണ്? മഹാനായ കൃഷ്ണൻ കാവേരിയോട് നർമ്മം പറയാൻ ഗോതമ്പ് അരിയിൽ തപ്പിത്തടഞ്ഞു. മഹാനായ മഹാനദി, കൃഷ്ണാനദി. മഹാനായ കൃഷ്ണൻ കാവേരിയോട് നർമ്മം പറയാൻ നർമ്മദാ നദി. ഗോദാവരി അത്രയാണ്. ഗോദാവരി തപ്പിത്തടഞ്ഞു, അതായത് താപ്തി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഉപദ്വീപീയ നദികൾ. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കണം, പ്രധാനപ്പെട്ട നദികളാണ്. അഞ്ചാമത്തെ ചോദ്യമാണ്. ആന്ധ്രാപ്രദേശിലെ ബോറ ഗുഹകൾ താഴെ കൊടുത്തവയിൽ എന്തുമായി ബന്ധപ്പെട്ടാണ്? ബോറ ഗുഹകൾ എന്തുമായാണ്? ചുണ്ണാമ്പ് കല്ലുമാണ്. ഓക്കെ, ചുണ്ണാമ്പ് കല്ലുമായി ബന്ധപ്പെട്ടാണ്. ആറാമത്തെ ചോദ്യമാണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ്? ഏതാണ് ശരിയായത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, രണ്ടാമത്തെ സമ്മേളനത്തിന് മാത്രമാണ് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ സമ്മേളനത്തിന് മാത്രമാണ്. 3 സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ സമ്മേളനങ്ങളൊക്കെ നടന്നത് എവിടെ വെച്ചാണ് അറിയാമോ?
ലണ്ടനിലാണ്. ഓക്കെ, ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ചാണ്. ഓക്കെ, ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ചാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത്. ഗാന്ധിജി പങ്കെടുത്തത് 2ാമത്തെ സമ്മേളനത്തിൽ മാത്രം. വർഷം എന്നാണ്? വർഷം അറിയാലോ, 30, 31, 32. ഒക്കെ 1930, 1931, 1932 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളെക്കുറിച്ച്, ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനമാണ്. ഓക്കെ, ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് വിളിച്ചു ചേർത്തത്. നടന്ന സ്ഥലം ലണ്ടനിലെ ജെയിംസ് പാലസാണ്. ഇതിൻ്റെ പ്രധാന വിഷയം എന്താണ് ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് 1930, 31, 32. ഇതിൽ 1931 സമ്മേളനത്തിന് മാത്രമാണ് നമ്മുടെ ഗാന്ധിജി പങ്കെടുത്തത്, അതായത് 2ാമത്തെ സമ്മേളനത്തിൽ. 7ാമത്തെ ചോദ്യമാണ്, ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിമിന്നലോട് കൂടിയ മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ്? കാൽ ബൈശാഖിയാണ്. ഓക്കെ, കാൽ ബൈശാഖിയാണ്. 8ാമത്തെ ചോദ്യമാണ്, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം? കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1964. നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ്? കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ്? അത് പ്രദീപ് കുമാർ ശ്രീനിവാസ്തവയാണ്. ഓക്കെ, ശ്രീനിയല്ല, ശ്രീവാസ്തവ. ഓക്കെ, പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ. കേന്ദ്ര വിജിലൻസ് കമ്മീഷനിലെ അംഗങ്ങൾ 3 പേരാണ്. ഓക്കെ, ഒന്ന് ക്യാപ്റ്റനായിട്ടുള്ള കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ എന്നറിയപ്പെടുന്ന പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ബാക്കി 2 പേരാണ് അരവിന്ദ് കുമാറും AS രാജീവും. ബാക്കി 2 കമ്മീഷണർമാരാണ് അരവിന്ദ് കുമാറും AS രാജീവും. ഓക്കെ, അങ്ങനെ 3 പേരാണുള്ളത്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഓക്കെ, 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ്റെ കാലാവധി. 3 പേരുണ്ട്. നിലവിലെ വിജിലൻസ് കമ്മീഷണർ, കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരെന്ന് കേട്ടിനാൽ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ്, 9ാമത്തെ ചോദ്യമാണ്, എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത്? എത്രാമത്തെയാണ്? 21 നിന്ന് 18 കുറച്ചത് 61ാം ഭേദഗതിയാണ്. 10ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തിട്ടുള്ള ഏത് ഏജൻസിയുടെ പൂർണ്ണ രൂപമാണ് നീതി ആയോഗ് സംവിധാനം? ഏതിൻ്റെ പുതിയ രൂപമാണ്? നീതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷൻ്റെയാണ്. നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നത്? 2015 ജനുവരി 1-ാം തീയതിയാണ് നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതിയുടെ ഫുൾ ഫോം. 2015 ജനുവരി 1-നാണ് സ്ഥാപിതമായത്. അതുപോലെ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ്? 1950 മാർച്ച് 15-നാണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. പ്ലാനിംഗ് കമ്മീഷൻ, നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 15-നാണ്. ഇനി അവസാനം എന്നാണ് പിരിച്ചുവിട്ടത്? നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടതെന്നാണ്? 2014 ഓഗസ്റ്റ് 8-ാം മാസം 7-ാം തീയതി. ഓഗസ്റ്റ് 7-ാം തീയതിയാണ് നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിടുന്നത്. 2014 ഓഗസ്റ്റ് 17-ന് പിരിച്ചുവിടുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ നീതി ആയോഗ് 2015 ജനുവരി 1-ാം തീയതി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ഏതിലാണ് ബാലവേലയ്ക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ബാലവേലയ്ക്കെതിരെയുള്ള ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ബാലവേല ഏതിലാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ചൂഷണത്തിനെതിരായ അവകാശത്തിലാണ് ബാലവേലയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾസ് ഏതാണ് അതിൽ? ചൂഷണത്തിനെതിരായ ആർട്ടിക്കിൾ 23-ഉം 24-ഉമാണ്. ഓക്കെ, ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ 23 to 24 വരെയുള്ള ഇതിലാണ്. അതുപോലെ തന്നെ സമത്വത്തിനുള്ള അവകാശം ഇതാണ് ആർട്ടിക്കിൾ സമത്വം ആർട്ടിക്കിൾ 14 to 18 വരെയാണ്. ആർട്ടിക്കിൾ 14 to 18 വരെയാണ് സമത്വം. സ്വതന്ത്രത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 to 22 വരെ. ആർട്ടിക്കിൾ 23, 24 ചൂഷണത്തിനെതിരെ അവകാശം. വിദ്യാഭ്യാസം, സാംസ്കാരികപരമായ അവകാശം ആർട്ടിക്കിൾ 29, 30 ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 28, ആർട്ടിക്കിൾ 25 to അതായത് ആർട്ടിക്കിൾ 26, 25, 26, 27, 28 ഇത്രയും ആർട്ടിക്കിൾ പറയേണ്ടത് എന്തിനാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കണം. കേൾക്കുന്ന സാധനങ്ങളാണ്. ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ 23ഉം 24ഉമാണ്. ഈ ആർട്ടിക്കിൾ 23-ലാണ് അത് അടിമപ്പണി. അതിനെക്കുറിച്ച് ആർട്ടിക്കിൾ 23ഉം ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. ഓക്കെ, അടിമപ്പണി നിരോധനം ആർട്ടിക്കിൾ 23ഉം ബാലവേല നിരോധനം ആർട്ടിക്കിൾ 24ഉമാണ്. അടുത്ത ചോദ്യമാണ്, ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കൺസ്യൂമർ ഡേ എന്നാണ്. ഓപ്ഷൻ എ ഡിസംബർ 24. ഓക്കെ, നമുക്കിതെങ്ങനെ ഓർക്കാം?
ഡിസംബർ 24, 25 ക്രിസ്മസ് അല്ലേ, അപ്പം 24-ാം തീയതി നിറച്ച് സാധനങ്ങൾ നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി വാങ്ങിക്കുകയൊന്നും ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ നിറച്ച് സാധനങ്ങൾ കൺസ്യൂം ചെയ്യും, നിറച്ച് ഉപഭോക്ത എന്ന നിലയ്ക്ക് നിറയെ സാധനങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കും. അപ്പം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 24 13ാമത്തെ ചോദ്യമാണ്, ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട് പരാതികൾ സമർപ്പിക്കാനുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 1098. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏത് പ്രദേശത്തെയാണ്? നഴ്സറി ബംഗാളാണ്. ഓപ്ഷൻ ബി ബംഗാളാണ്. അടുത്ത ചോദ്യമാണ് 15ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾ താഴെ പറയുന്നവൽ ഏതു സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ്? കേരളത്തിലെ കുടുംബശ്രീ ഏതാണ്? മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് കുടുംബശ്രീ. ലഞ്ച് ബെൽ എന്തോന്നാണ്? ലഞ്ച് ബെൽ എന്ന് പറയുന്നത് അത് കുടുംബശ്രീയുടെ ഒരു ഓൺലൈൻ ഫുഡ് ഡെലിവറി സേവനമാണ് ലഞ്ച് ബെൽ. കേൾക്കാൻ സാധ്യതയുണ്ട് കറണ്ട് അഫെയറിൽ. ലഞ്ച് ബെൽ എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ ഒരു ഓൺലൈൻ ഫുഡ് ഡെലിവറി സംവിധാനമാണ്. അടുത്ത ചോദ്യമാണ് 16ാമത്തെ ചോദ്യമാണ്, വയനാട് ജില്ലയിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് വളപട്ടണം പുഴയിനാണ്. പമ്പ നദി ബാരിസ് എന്ന പ്രാചീന കാലത്ത് അറിയപ്പെട്ടത്. മുകളിൽ പറഞ്ഞവയിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ്. അതായത് വയനാട് ജില്ലയിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. പമ്പ നദി ബാരിസ് എന്നാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ചാലിയാറാണ്. ഓക്കെ, ബേപ്പൂർ പുഴ ചാലിയാറാണ്. 17ാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏതെന്നാണ്? ശ്രദ്ധിക്കണം, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം, ശെന്തുരുണി വന്യജീവി സങ്കേതം പത്തനംതിട്ട, ചൂളന്നൂർ പാലക്കാട്, ആറളം വന്യജീവി സങ്കേതം കോഴിക്കോട്. വില ഏതൊക്കെയാണ്? 17 ഓപ്ഷൻ സി ആണ്. ഓക്കെ, 2ഉം 4ഉമാണ്. ശെന്തുരുണി എവിടെയാണ്? കൊല്ലത്താണ്. ഓക്കെ, ശെന്തുരുണി കൊല്ലത്താണ്. അതുപോലെ തന്നെ ആറളം എവിടെയാണ്? കണ്ണൂരിലാണ്. 18ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ ആദ്യത്തെയും വലുതുമായ ദേശീയോദ്യാനം സൈലൻറ്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഏതാണ്? ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരി. കേരളത്തിലെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചത് 2007. അതുപോലെ തന്നെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലൻറ്റ് വാലിയാണ്. ഇവിടെ പറഞ്ഞതിലൊരു ചെറിയ തെറ്റുണ്ട്. 2ഉം 3ഉമാണ് ശരി. അതായത് 2ഉം 3ഉമാണ് ശരി. ഇവിടെ കേരളത്തിലെ ആദ്യത്തതും ഏറ്റവും വലുതുമായ ദേശീയോദ്യാനം ഏതാണ്? അത് സൈലൻറ്റ് വാലി അല്ല. ഏതാണത്? ഇരവികുളമാണ് കേട്ടോ. പറഞ്ഞതിലുള്ളൊരു മിസ്റ്റേക്കാണ്. സോറി, ഇരവികുളമാണ്. അതുപോലെ തന്നെ സൈലൻറ്റ് വാലിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, കേട്ടിട്ടുള്ളതാണ്. 1984 ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്. ഓക്കെ, സൈലൻറ്റ് വാലിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984 ഇന്ദിരാഗാന്ധി. പക്ഷേ അത് ഉദ്ഘാടനം ചെയ്തതാരാണ്? 85 രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, 1985 രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചത് 2007ലാണ്. അതുപോലെ തന്നെ സൈലൻറ്റ് വാലി റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ്? അത് ഇതിനൊക്കെ മുമ്പാണ്. 1914ലാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. 19ാമത്തെ ചോദ്യമാണ്, 1956 കേരള ഫിഷറീസ് വകുപ്പ് സ്ഥാപിതമായി. ഇന്ത്യയിൽ ആദ്യമായി ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ പാലക്കാട്, പത്തനംതിട്ട, വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം തിരുവനന്തപുരം ജില്ലയിലെ നീണ്ടകരയിലാണ്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് തെറ്റ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, 4 മാത്രമാണ് തെറ്റ്. എന്താണ് അവിടെ മിസ്റ്റേക്ക്? എവിടെയാണ് നീണ്ടകര? നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, തിരുവനന്തപുരത്തല്ല, കൊല്ലം ജില്ലയിലാണ് നീണ്ടകര. 20ാമത്തെ ചോദ്യമാണ്, 1973 കേരള ഫുട്ബോൾ ടീം ആദ്യമായി സന്തോഷ് ട്രോഫി നേടി. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ജേതാവ് MD വത്സമ്മയാണ്. കേരളത്തിൽ നിന്നുള്ള ആദ്യ പത്മശ്രീ കായിക താരവും ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡലും നേടിയ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതയാണ് KM ബീനാമോൾ. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ ശരിയായത് ഏതെന്നാണ്? ചോദ്യം വായിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പസ് ചെയ്ത് വയ്ക്കുക വീഡിയോ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ശരിയായത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യമാണ് 21ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 130. മുകളിൽ പറഞ്ഞവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ്?
ഏതാണ് ശരിയായത്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 2 മാത്രമാണ് ശരിയായത്. അടുത്ത ചോദ്യമാണ്, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. 1957 KECB നിലവിൽ വന്നു. 2000 KSEBL നിലവിൽ വന്നു. ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് 1997-98 കമ്മീഷൻ ചെയ്തു. മുകളിൽ പറഞ്ഞ പ്രസ്താവനയിൽ തെറ്റ് എന്നാണ്? ഏതാണ്? അല്പം കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് തെറ്റായത്. 1ഉം 2ഉമാണ് തെറ്റായത്. അടുത്ത ചോദ്യമാണ് 23ാമത്തെയാണ്. ഭരണഘടനയുടെ 243 അനുച്ഛേദത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1956 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആൻ്റണി ഡൊമിനിക്കാണ് കമ്മീഷണർ. തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവന. എന്നാണ് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്? എന്നാണ്? 1993 ഓക്കെ, 1993 ഡിസംബർ 3 1993 ഡിസംബർ 3 1993 ഡിസംബർ 3 കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ജസ്റ്റ് ഒന്ന് ഓർക്കണം. അടുത്ത ചോദ്യമാണ് 24ാമത്തെ ചോദ്യമാണ്. 1986 കേരള സർക്കാർ വിനോദസഞ്ചാരം ഒരു വ്യവസായമായി പ്രഖ്യാപിച്ചത്. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ സംഭാവന ചെയ്യുന്ന രാജ്യം ഫ്രാൻസാണ്. ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ലകൾ കോഴിക്കോട്, എറണാകുളം. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയെന്നാണ്? അറിഞ്ഞൂടാത്ത ഏതെങ്കിലും ചോദ്യങ്ങളെ കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടണം. ഓക്കെ, ഇപ്പോഴല്ല, പരീക്ഷ. ഓക്കെ, യഥാർത്ഥ പരീക്ഷയ്ക്ക് ഒന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടണം. ആവശ്യമില്ലാതെ തെറ്റടിക്കാൻ നിൽക്കല്ലേ. പക്ഷേ ഏതെങ്കിലും വിധത്തിൽ 50-50+ ചാൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും അടിക്കണം. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ്. ഓക്കെ, ഇത് 2ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവന. 25ാമത്തെയാണ്. 1967 അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥാപിതമായി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപത്ര വിജ്ഞാന കൈരളി മൊയിൻകുട്ടി വൈദ്യർ സ്മാരകം കൊണ്ടോട്ടിയിൽ സ്ഥാപിതമായി. മുണ്ടശ്ശേരി സ്മാരകം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിതമായി. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയെന്നാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, 4 മാത്രമാണ് തെറ്റായത്. 26ാമത്തെ ചോദ്യം. കുളച്ചൽ യുദ്ധം, കർണാടിക് യുദ്ധം, കുഞ്ഞാലിമരക്കാരുടെ പോരാട്ടങ്ങൾ, ആറ്റിങ്ങൽ കലാപം. മുകളിൽ പറഞ്ഞവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ ഏവയെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 4 മാത്രമുള്ളതാണ്. കുളച്ചൽ യുദ്ധം അറിയാലോ, ഡച്ചുകാരാണ്. കർണാടിക് യുദ്ധം നമ്മുടെ കേരളത്തിലുള്ള ആർക്കും പങ്കില്ല. അതുപോലെ കുഞ്ഞാലിമരക്കാല പോരാട്ടങ്ങളും ഇംഗ്ലീഷുകാർക്കെതിരെയല്ല, ബ്രിട്ടീഷുകാർക്കെതിരെയല്ല. ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. 27ാമത്തെ ചോദ്യമാണ്. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. അഗസ്തീശ്വരം, കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്ക് കേരളത്തിൽ കൂട്ടിച്ചേർത്തു. ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 1ഉം 2ഉമാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ. അടുത്ത ചോദ്യമാണ് 28ാമത്തെയാണ്. ശ്രീനാരായണ ഗുരു 2ാം ബുദ്ധൻ എന്നറിയപ്പെട്ടു. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചത് ആത്മവിദ്യാസംഘം. 1909 ഗുരു ശിവഗിരിയിൽ ശാരദമഠം സ്ഥാപിച്ചു. മുകളിൽ പറഞ്ഞവയിലും വീണ്ടും തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയെന്നാണ്? ആദ്യമൊക്കെ കുറച്ച് അല്പം സിമ്പിൾ ചോദ്യങ്ങളുണ്ടായിരുന്നു. അങ്ങോട്ട് ഉള്ളിലോട്ട് പോകുന്തോറും ക്വസ്റ്റ്യൻസിൻ്റെ കാഠിന്യം കൂടിക്കൂടി വരെയാണ്. ഓക്കെ, ഇതാണ് 2 മാത്രമാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. 2 മാത്രമാണ്. കേരളത്തിലെ മാഗ്ന കാർട്ട ഏക ആശ്വാസം. ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. 30ാമത്തെ ചോദ്യമാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. മുകളിൽ പറഞ്ഞ പ്രസ്താവന കാലക്രമത്തിൽ രേഖപ്പെടുത്താനാണ്. ഇതൊക്കെ അറിഞ്ഞൂടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് അടിക്കണം കേട്ടോ. ഓപ്ഷൻ സി ആണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇറങ്ങിയതെന്നാണ്? 1929 കേട്ടോ. 1929 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അതുപോലെ തന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലുള്ള സ്വദേശാഭിമാന പത്രം എന്നാണ് നിലവിൽ വന്നത്? 1905 1905 അഞ്ചുതെങ്ങിൽ നിന്നാണ് ആരംഭിച്ചത്. ഓക്കെ, 5ഉം 5 തെങ്ങും തമ്മിൽ കണക്ട് ചെയ്ത് നോക്കി. 1905 അതേപോലെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് 1929. മലയാളി മെമ്മോറിയൽ എന്നാണ്? 1891 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ. അടുത്ത ചോദ്യമാണ്. ശരിയായി കാഴ്ച ലഭിക്കുന്നതിനായി ഒരാൾ കോൺകേവ് ലെൻസ് ഉള്ള കണ്ണട ധരിക്കുന്നു. കണ്ണട ഇല്ലാത്ത അയാളുടെ കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയായിരിക്കും? സയൻസിലെ ചോദ്യമാണ്. എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്. റെറ്റിനയ്ക്ക് മുൻപിലാണ്.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റിബോഡി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട രക്തകോശം ഏതാണ്? ആൻറ്റിബോഡി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ലിംഫോസൈറ്റ് ആണ്. ഓപ്ഷൻ ബി ലിംഫോസൈറ്റ് ആണ്. അതുപോലെ എയ്ഡ്സ് ബാധിക്കുന്നത് തന്നെയാണ് നമ്മുടെ ലിംഫോസൈറ്റിനെയാണ്. 33ാമത്തെ ചോദ്യം, ഒരു കാർഷിക വിള ഇനമായ സൊണാലിക്കയെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ്? കേട്ടിട്ട് പോലുമില്ലാത്ത ചില പേരുകളായിരിക്കും. ഓപ്ഷൻ എ ആണ്. ഓക്കെ, 2 മാത്രമാണ്. 34ാമത്തെ ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ജീവകത്തിൻ്റെ അപര്യാപ്ത കൊണ്ടാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത്? ഏതിൻ്റെയാണ്? ഓപ്ഷൻ സി ആണ്, സയനോ കൊബാലമിൻ ആണ്. അഥവാ വൈറ്റമിൻ B9 അപര്യാപ്തമുള്ള രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ അഥവാ മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഓക്കെ, സയനോ കൊബാലമിൻ അഥവാ വൈറ്റമിൻ B9 ആണ്. വൈറ്റമിൻ B12 അപര്യാപ്തമുള്ള രോഗം ഏതാണ്? അത് പെർനീഷ്യസ് അനീമിയാണ്. ഓക്കെ, പെർനീഷ്യസ് അനീമിയാണ്. വൈറ്റമിൻ B9 ആണെങ്കിൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയ, വൈറ്റമിൻ B12 ആണെങ്കിൽ പെർനീഷ്യസ് അനീമിയ. 35ാമത്തെ ചോദ്യം, ചില രോഗങ്ങളും അവയുടെ രോഗകാരികളുമായി ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്നും ശരിയായ ജോഡികൾ ഏവയെന്നാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1, 2, 4 1, 2, 4 ശരിയായ ജോഡി. ഓപ്ഷൻ എ. 36ാമത്തെ ചോദ്യമാണ്, നീലിമ എന്നറിയപ്പെടുന്ന താഴെ നൽകിയിരിക്കുന്ന ഏത് കാർഷിക വിളയാണ്? 36 ഏതാണ്? ഓപ്ഷൻ സി ആണ്, വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ശങ്കരയിനം വഴുതനയാണ് നീലിമ എന്നറിയപ്പെടുന്നത്. 37ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ഓർഗൻ ഓഫ് കോർട്ടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, 1, ഓപ്ഷൻ സി ആണ്, 2, 4 ശരിയായത്. 38 താഴെ പറയുന്നവൽ തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. ഏതാണ് തെറ്റായ ജോഡി? അകിട് വീക്കം ഏതാണ്? ബാക്ടീരിയ രോഗമാണ്. ഓക്കെ, അകിട് വീക്കം ബാക്ടീരിയ രോഗമാണ്. അതുപോലെ ആന്ത്രാക്സ് ബാക്ടീരിയ രോഗമാണ്. ബ്രൂസെല്ലോസിസ് ബാക്ടീരിയ രോഗമാണ്. കുളമ്പ് രോഗം പക്ഷേ വൈറസാണ്. ഓക്കെ, കുളമ്പ് രോഗം വൈറസാണ്. 39ാമത്തെ ചോദ്യമാണ്, വൈറ്റമിൻ എ നിന്നും രൂപപ്പെടുന്നതും കണ്ണിൻ്റെ കാഴ്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമായ പദാർത്ഥം ഏതാണ്? റെറ്റിനാലാണ്. ഓക്കെ, റെറ്റിനാൽ. ഓപ്ഷൻ ഡി ആണ്. 40ാമത്തെ ചോദ്യമാണ്, മനുഷ്യ ശരീരത്തിൽ ഏത് അന്തസ്രാവ ഗ്രന്ഥിയിൽ നിന്നാണ് എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉണ്ടാകുന്നത്? എപ്പിനെഫ്രിൻ ഏതാണ്? ഓപ്ഷൻ സി, അഡ്രിനാൽ ഗ്രന്ഥിയിൽ നിന്നാണ്. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്ന തീയതി? ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത് ഏതാണ്? 1872 സെപ്റ്റംബർ 1 ഓപ്ഷൻ ബി ആണ്. ഇതാണ് 1872 സെപ്റ്റംബർ 1 ഓപ്ഷൻ ബി ആണ്. 2ാമത്തെ ചോദ്യമാണ് നമ്മുടെ 42ാമത്തെ ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് രൂപം കൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 167 വകുപ്പുകളാണ്. അടുത്ത ചോദ്യമാണ് 43ാമത്തെ ചോദ്യമാണ്, NDPS ആക്ട് ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം? NDPS ആക്ട് ആദ്യമായി ഭേദഗതി ചെയ്തത് 1888 94ാമത്തെ ചോദ്യം. 44ാമത്തെ നമ്മുടെ ചോദ്യം, കൊക്കെയിൻ, മോർഫിൻ എന്നിവ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS ആക്ടിലെ വകുപ്പ്? ഏതാണ്? 94. ഓപ്ഷൻ ബി ആണ്, സെക്ഷൻ 27 95ാമത്തെ ചോദ്യം, മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമം പ്രസ്താവിക്കുന്ന പോക്സോ വകുപ്പ്? മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമം പ്രസ്താവിക്കുന്ന പോക്സോ വകുപ്പ്? ഓപ്ഷൻ സി ആണ്, സെക്ഷൻ 23. 96ാമത്തെ ചോദ്യം. 46ാമത്തെ നമ്മുടെ ചോദ്യം, പോക്സോ ഭേദഗതി ബിൽ 2019 ലോകസഭ പാസ്സാക്കിയതെന്ന്? എന്നാണ്? 2019 ഓഗസ്റ്റ് 1 പോക്സോ ഭേദഗതി ബിൽ ഓഗസ്റ്റ് 1. 97ാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ സൈബർ നിയമം ഭേദഗതി ചെയ്ത വർഷം? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 2008. 99ാമത്തെ ചോദ്യം,
ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി കുറേ തവണയായിട്ടുള്ളതാണ് ഓപ്പറേഷൻ പി ഹണ്ട്. 99 വിവരാവകാശത്തിലെ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം. വിവരാവകാശ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം എത്ര വകുപ്പാണ്? ഓപ്ഷൻ സി ആണ് 31 വകുപ്പുകളാണ്. 100ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രതിപാദിക്കുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ രൂപീകരണം, വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ, സി ആണ് വിവരാവകാശം വഴി അപേക്ഷിക്കാനുള്ള പ്രക്രിയ, വിവരം ലഭിക്കാൻ കാലതാമസമുണ്ടായുള്ള ശിക്ഷ. ഇതിലേതാണ് സെക്ഷൻ 8 പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 8 ഓപ്ഷൻ ബി ആണ് പ്രതിപാദിക്കുന്നത്. ഏതാണ്? വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വിവരങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 8 പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 50 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എക്സാം ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളത്തെ എക്സാം എഴുതാൻ പോകുന്നവർ ടെൻഷനില്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് എഴുതണം. ക്വസ്റ്റ്യൻ അത്യാവശ്യം നല്ല നിലവാരം പുലർത്തുന്ന നല്ല ടഫ് ചോദ്യം തന്നെയായിരിക്കും, അത് പ്രതീക്ഷിച്ച് പോയാൽ മതി. ഓക്കെ, അപ്പം ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അത്യാവശ്യം നല്ല ടഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അത് ഉറപ്പ് തന്നെയാണ്. ഈസി ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് വിചാരിച്ച് പോകല്ലേ. അപ്പം ടഫ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിനനുസരിച്ചുള്ള കട്ട് ഓഫ് കുറയും, അത് നിങ്ങൾ ഓർക്കണം. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടും, നല്ല കട്ടി ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് കുറയും.